തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ അഗ്നിപഥ് പദ്ധതിയിൽ അഴിച്ചുപണി വരുന്നു. സൈനിക റിക്രൂട്ട്മെന്റിനായി കേന്ദ്ര സർക്കാർ അടുത്തിടെ ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു അഗ്നിപഥ്. ഈ പദ്ധതി തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ BJPക്ക് കനത്ത തിരിച്ചടി നൽകിയതായാണ് വിലയിരുത്തൽ. ഏതാനും ദിവസം മുമ്പ് NDAയുടെ സഖ്യകക്ഷിയായ JDUവും അഗ്നിപഥ് പദ്ധതി പുനർപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ സൈന്യം അഗ്നിപഥ് പദ്ധതി അവലോകനം ചെയ്യുകയും മെച്ചപ്പെടുത്തുന്നതിന് നിരവധി ശുപാർശകൾ നൽകുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നിലവിൽ 4 വർഷം പൂർത്തിയാക്കിയ ഫയർമാൻമാരെയാണ് റെഗുലർ സർവീസിലേക്ക് നിയമിക്കുന്നത്. 25% ആളുകൾ ഇപ്പോൾ ഈ രീതിയിൽ റെഗുലർ സർവീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് 60 മുതൽ 70% വരെ വർദ്ധിപ്പിക്കാൻ സൈന്യവും ശുപാർശ ചെയ്തതായി കേൾക്കുന്നുണ്ട്. അഗ്നിവീറിന്റെ കാലാവധി 4 വർഷത്തിൽ നിന്ന് 7 മുതൽ 8 വർഷമായി ഉയർത്താനും ശുപാർശയുണ്ട്. കൂടാതെ അഗ്നിവീറാകാനുള്ള പ്രായം 23 ആക്കാനും നീക്കമുണ്ടായേക്കും. പരിശീലനത്തിനിടെ ഉണ്ടാകുന്ന അംഗവൈകല്യത്തിന് എക്സ്ഗ്രേഷ്യ നൽകണമെന്നും എക്സിറ്റ് മാനേജ്മെന്റ് ഒരു പ്രൊഫഷണൽ ഏജൻസി കൈകാര്യം ചെയ്യണമെന്നും നിർദ്ദേശിച്ചു. യുദ്ധത്തിനിടെ മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ അലവൻസ് നൽകണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. പെൻഷൻ കുറയ്ക്കുന്നതിനും കൂടുതൽ യുവാക്കളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനുമാണ് അഗ്നിപഥ് പദ്ധതി ആരംഭിച്ചത്. എന്നാൽ ഇങ്ങനെ സൈന്യത്തിൽ എത്തുന്നവർക്ക് പരിശീലനവും വൈദഗ്ധ്യവും കുറവായിരിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു. അതേസമയം അഗ്നിപഥ് സ്കീമിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് നിർത്തിയാൽ ഇന്ത്യൻ സൈന്യത്തിന് ഓഫീസർ റാങ്കിങ്ങിന് താഴെയുള്ള ആളുകളുടെ ഗണ്യമായ കുറവുണ്ടാകുമെന്നും പറയപ്പെടുന്നു.